ശബരിമല യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിലെ വാദത്തിനിടെ സുപ്രധാന നിരീക്ഷണവുമായി ജസ്റ്റിസ് നാഗരത്ന ഒരു വിശ്വാസി യുക്തിയെ ചോദ്യം ചെയ്യില്ല, അവിശ്വാസിയായി തുടരുന്നതിനാൽ ആചാരങ്ങളെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ലെന്നും ജസ്റ്റിസ് നാഗരത്നയുടെ നിരീക്ഷണം. യുവതീ പ്രവേശന കേസിൽ സുപ്രീം കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അച്യുതൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതിന് സമാനമായ പരാമർശങ്ങളാണല്ലോ ഇന്നും കോടതിയിൽ നിന്നും ഉണ്ടാകുന്നത്. വാദം എങ്ങനെ പുരോഗമിക്കുന്നു? വിശദമായ വിവരങ്ങൾ. അസിത, ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അതിലെ പുനഃപരിശോധന, യുവതി പ്രവേശനത്തിന് എതിരായ പുനഃപരിശോധന ഹർജികളെ പിന്തുണച്ച മുൻ തന്ത്രി കണ്ഠരര് രാജീവരുടെ വാദം പുരോഗമിക്കുന്നതിനിടയിലാണ് സുപ്രധാന നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതായത് വിശാല ബെഞ്ചിലെ അംഗമായിട്ടുള്ള ജസ്റ്റിസ് നാഗരത്നയാണ് ആ നിരീക്ഷണം നടത്തിയത്. ഒരു വിശ്വാസി യുക്തിയെ ചോദ്യം ചെയ്യില്ല എന്നുള്ള ഒരു നിരീക്ഷണമാണ്. മറ്റൊന്ന്, അവിശ്വാസിയായി തന്നെ തുടരുന്നതിനാൽ അതിനെ വിശ്വാസത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നും ജസ്റ്റിസ് നാഗരത്ന നിരീക്ഷിക്കുകയുണ്ടായി. എന്നാൽ മുൻ തന്ത്രിയായിട്ടുള്ള കണ്ഠരര് രാജീവര് ചില കാര്യങ്ങൾ ഇന്ന് കോടതിയെ അറിയിച്ചു. അതിലേറെ പ്രധാനപ്പെട്ടത് ഈ കേരളത്തിലെ സമൂഹം ആചാരത്തെ മതത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായി അംഗീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ സ്ത്രീകൾ ഈ ആചാരത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും പൂർണ്ണ ഹൃദയത്തോടെ സഹകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് കണ്ഠരര് രാജീവര് ഇന്ന് കോടതിയിൽ വാദിച്ചു. ഏതൊരു ക്ഷേത്രത്തിലും പിന്തുടരുന്ന ചടങ്ങുകളും അനുഷ്ഠാനങ്ങളും മതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് എന്ന കാര്യവും കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അതായത് മുൻ തന്ത്രി കണ്ഠരര് രാജീവരുടെ വാദം ഉച്ചയ്ക്ക് പൂർത്തിയായിരുന്നു. ഇപ്പോൾ വീണ്ടും വാദം സുപ്രീം കോടതിയിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. പ്രധാനമായും പന്തളം കൊട്ടാരത്തിന്റെ വാദമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അസിത, ശരി. ആർ അച്യുതനാണ് വിവരങ്ങൾ നൽകിയത്. യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട പുനഃപരിശോധനാ ഹർജികളിലെ വാദം തുടരുകയാണ് സുപ്രീം കോടതിയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.